ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കുറച്ച് ദിവസം കൂടി അച്ഛനൊന്ന് ക്ഷമിക്ക. ഈ കാലാവധി തീരുമ്പോ അച്ഛനെ ഞാൻ പുറത്തിറക്കും. അതെന്ത് വില കൊടുത്തിട്ടായാലും. അതെ ദാസേട്ടാ, ഇയാള് പറഞ്ഞ പോലെ ഈ റിമാൻഡ് കാലാവധിക്കപ്പുറം ദാസേട്ടന് കിടക്കേണ്ടി വരില്ല. ആ പ്രാർത്ഥനയിൽ തന്നെയാ ഞാനും. അച്ഛാ, ഞങ്ങൾ ഉടനെ നാട്ടിലേക്കൊന്ന് പോവും. മോളെ, കൊട്ടാരത്തിൽ പോയി അച്ഛൻ അനുകൂലമായ എന്തെങ്കിലും തെളിവ് അവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ, ആൾക്കാരെ കണ്ട് സംസാരിക്കാൻ. അവിടെ നിന്നൊക്കെ എന്തെങ്കിലും തെളിവ് കിട്ടുമെന്നാ എന്റെ മനസ്സ് പറയുന്നത്. ചിലപ്പോ ഇപ്പൊ നടക്കുന്നതൊക്കെ നല്ലതിനാവും. നിങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങളും ഇതോടെ തീർന്നെന്നും വരും. ദാസേട്ടൻ ആരെയും കൊലപ്പെടുത്തിയിട്ടില്ലെന്നും യഥാർത്ഥ പ്രതിയെ മുന്നിൽ കൊണ്ടുവരാനും വേണ്ടിയായിരിക്കും ഇപ്പൊ ഇതൊക്കെ ഉണ്ടായത്. ഇത്രയും നാളും ഈ കേസിന്റെ പേരിൽ നിങ്ങൾ ഒളിവിൽ ജീവിച്ചില്ലേ? ഇനിയത് വേണ്ടല്ലോ. ആരെയും പേടിക്കാതെ കഴിയാലോ. ദാസേട്ടാ, ധൈര്യമായിട്ടിരിക്കും. ഈ കേസ് നമ്മൾ തന്നെ ജയിക്കും. സത്യം നമ്മുടെ ഭാഗത്തായതുകൊണ്ട് ഈശ്വരനും നിയമവും നമ്മുടെ കൂടെ തന്നെ നിൽക്കും. എനിക്കുറപ്പാ. മോളെ, പിന്നെ അമ്മയോട് ഇതൊന്നും പറയണ്ട. അവൾക്കിതൊക്കെ വലിയ വിഷമാവും. പിന്നെ മോള് ഒന്ന് പുറത്തേക്ക് നിൽക്ക്. അച്ഛൻ മഹിയോട് ഒന്ന് സംസാരിക്കട്ടെ. ശരി അച്ഛാ, ഞാൻ ഇടയ്ക്ക് വരാം. ശരി മോളെ. എന്താ? പിന്നെ മഹി, ഞാൻ താമസിക്കുന്ന ഫാം ഹൗസിലെ ഔട്ട് ഹൗസിലെ അലമാരയിൽ ഒരു ബാഗ് ഇരിപ്പുണ്ട്. അത് മോനെടുത്ത് സൂക്ഷിച്ചു വെക്കണം. നോക്ക്, ആ ബാഗ് മഹിയുടെ കയ്യിലാണെന്ന് ആരും അറിയരുത്. മോനെ, അതൊരു വെറും ബാഗല്ല, അതൊരു നിയോഗ. പിന്നെ ഞാൻ ആവശ്യപ്പെടാതെ അത് ഒരിക്കലും മോൻ പുറത്തെടുക്കരുത്. അത്രയ്ക്ക് രഹസ്യമായതുകൊണ്ടാ മോളെപ്പോലും മാറ്റി നിർത്തി ഞാനെല്ലാം പറഞ്ഞത്. ചിലപ്പോ അവളുടെ കയ്യിൽ അത് സുരക്ഷിതായിരിക്കില്ല. അതാ മോനോട് ഇതെല്ലാം പറഞ്ഞത്. മതി, സമയമായി. എന്നാ ഞാൻ പോട്ടെ. മോളോട് പറയണം, വിഷമിക്കരുതെന്ന്.